പ്രൈസ് ലോർഡ്. യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് നോക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ. ഇതൊരു ഉപമയാണ്, നല്ല ശമരിയാക്കാരന്റെ ഉപമ. ഒരു ന്യായശാസ്ത്രി യേശുവിനോട് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നുവെന്ന് യേശു കർത്താവിന്റെ മറുപടിക്ക്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാകുന്നു എന്ന ന്യായശാസ്ത്രി മറുപടി കൊടുക്കുന്നിടത്താണ് ഈ ഒരു ഉപമ പറയുവാനുള്ള സന്ദർഭം ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്നുണ്ട്, അനേക ഉപമകളിലൂടെയാണ് യേശു കർത്താവ് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നല്ല ശമരിയാക്കാരന്റെ ഉപമയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ യാത്രാമധ്യേ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയും അവർ അവനെ മുറിവേൽപ്പിക്കുകയും അർത്ഥപ്രാണനായി വിട്ടേച്ചു പോവുകയും ചെയ്തു. ആ വഴി ഒരു പുരോഹിതനും ഒരു ലേവിനും കടന്നു വന്നു. അവർ കണ്ടിട്ടും മാറി കടന്നുപോയി. അതേ വഴിയിൽ പിന്നീട് ഒരു ശമരിയാക്കാരൻ കടന്നു വരുന്നു. ശമരിയാക്കാരൻ ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് അയാളുടെ മുറിവുകൾ വെച്ചുകെട്ടുന്നു. അയാൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നു. തന്റെ വാഹന മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം അയാളോടൊപ്പം പാർത്ത് അയാളെ ശുശ്രൂഷിച്ചു. പിറ്റേന്നാൾ അയാൾ യാത്ര പുറപ്പെടുമ്പോൾ വഴിയമ്പല സൂക്ഷിപ്പുകാരന് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട്, ഇതിൽ കൂടുതലായി എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ 3 പേരിൽ ആര് കൂട്ടുകാരനായി തീർന്നു? തീർച്ചയായിട്ടും അവനോട് കരുണ കാണിച്ചവൻ തന്നെ, അല്ലേ? നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുവിനെന്ന് യേശു അവനോട് പറഞ്ഞു. നമ്മെപ്പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വേർതിരിവുകൾ വെക്കാതെ, ഏത് ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നു എന്ന് നോക്കാതെ, അവരുടെ ആവശ്യ നേരത്തിൽ സ്നേഹത്തോടും അനുകമ്പയോടും സഹാനുഭൂതിയോടും പെരുമാറാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു, മതവും ജാതിയും വർഗവും വർണ്ണവും ഒന്നും അനുസരിച്ചല്ല, ആവശ്യ നേരത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ഇവിടെ തീർച്ചയായും സഹായിക്കേണ്ടുന്നവർ, അതുകൊണ്ടാണ് പുരോഹിതനെന്നും ലേവിനെന്നും എടുത്തു പറയുന്നത്. അവർ സഹായിക്കേണ്ടുന്നവരാണ്. അവരത് ചെയ്യാതെ മുഖം തിരിഞ്ഞു പോകുമ്പോൾ ഒരു പുറജാതിക്കാരന്റെ കരുണാർദ്രമായ ഇടപെടലാണ് നമ്മൾ കാണുന്നത്. അതിർവരമ്പുകൾ വെക്കാതെ എല്ലാവർക്കും സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ, നല്ല ശമരിയാക്കാരനെ പോലെ ആകുവാൻ ദൈവം നമ്മൾക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ.